കാത്തിരിപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന സ്കീമിലേക്ക് അപേക്ഷ വെച്ചവരെല്ലാം ശ്രദ്ധിക്കുക. ഇന്ന് ഈ സ്കീമിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തുള്ള മലയൻകീഴിൽ വെച്ചാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപേക്ഷ അപ്രൂവായ സ്ത്രീകൾക്ക് 1000 രൂപ വീതം അക്കൗണ്ടിലേക്ക് ഇന്നു മുതൽ കയറി തുടങ്ങും. അപ്രൂവ് ആകാത്തവർക്ക് എന്നാണോ ഇത് അപ്രൂവ് ആകുന്നത് അന്ന് മാത്രമേ ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുകയുമുള്ളൂ. രേഖകളിലെ പൊരുത്തക്കേടുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ വഴി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അറിയിച്ചിരുന്നതാണ്. അപേക്ഷ തുടങ്ങിയ സമയത്ത് ധൃതി പിടിച്ച അപേക്ഷ വെച്ചു, പക്ഷേ ആധാറിലെ ജനനത്തീയതിയിൽ നിലവിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ രേഖകളിലെ പൊരുത്തക്കേടുകൾ മൂലം അപേക്ഷ റിജക്റ്റ് ആയവരുണ്ട്. അതായത് ആധാറിലെ രേഖകളിൽ കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം പേരിലുള്ള പൊരുത്തക്കേടുകൾ, വിവിധ ഡോക്യുമെൻറ്റുകൾ നമ്മൾ ഇതോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം തന്നെ ആനുകൂല്യം നിരസിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പിന്നീട് അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മ മൂലവും അപേക്ഷകൾ റിട്ടേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് വേണം അപേക്ഷകൾ ചിലർ സമർപ്പിക്കുന്നതിന് വേണ്ടി. അപേക്ഷകൾ റിട്ടേൺ ആയവർക്ക് അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ടാകും, ഫോണിൽ വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇതെല്ലാം സ്റ്റാറ്റസ് പരിശോധിച്ചെങ്കിലേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓൺലൈൻ വഴി അപേക്ഷകൾ വെച്ചവർ ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ പോയി സ്റ്റാറ്റസ് പരിശോധിക്കുക. ഇനി ഫോൺ വഴി വെച്ചവരുണ്ടെങ്കിൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഫോണിലൂടെ കെ-സ്മാർട്ട് വഴി അപേക്ഷ വെച്ചവർക്ക് കെ-സ്മാർട്ടിൽ പ്രവേശിച്ച് സ്റ്റാറ്റസ് അറിയാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പെൻഷൻ ഏകദേശം റെഡിയായവർക്ക്, അതായത് എല്ലാ കാര്യങ്ങളും ശരിയായവർക്ക് പെൻഷനർ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് ഇപ്പോൾ അപ്രൂവലായവർക്കാണ്. അപ്രൂവലായവർക്ക് തുക വിതരണം നടക്കുകയാണ് ഇനി. അതായത് അവർക്ക് കാര്യങ്ങൾ ശരിയായി തുടർന്ന് എല്ലാ മാസങ്ങളിലും 1000 രൂപ വീതം പെൻഷൻ ലഭിക്കും. അപ്രൂവ് ആകാത്തവർക്ക് ബന്ധപ്പെട്ട രേഖകളൊക്കെ റീസബ്മിറ്റ് ചെയ്ത് എന്ന് അപ്രൂവ് ആകുന്നു അതിനുശേഷം മാത്രമായിരിക്കും തുക ലഭ്യമാവുക. ആദ്യം അപേക്ഷ വെച്ചവർക്ക് അത്രയും നാൾ മുൻപ് തന്നെ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് കയറും എന്നർത്ഥം. ഇനി ഇതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് അവസാന തീയതി എന്നൊന്നില്ല. കാരണം ഇതൊരു പെൻഷൻ പദ്ധതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട പ്രായപരിധിയിലേക്ക് ഗുണഭോക്താവ് പ്രവേശിക്കുന്ന സമയം, അതായത് 35 വയസ്സ് എത്തിത്തുടങ്ങുമ്പോൾ ആ വ്യക്തിക്കും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. BPL AV റേഷൻ കാർഡ് ആയിരുന്നാൽ മതി. 35നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, സർക്കാരിൻ്റെ മറ്റ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത, സർക്കാർ സ്ഥിര താൽക്കാലിക കരാർ ജോലികളൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ജനപ്രിയ പദ്ധതിയുടെ ഭാഗമാകാം. ഇനിയും അപേക്ഷ വെക്കാത്തവർക്ക് എത്രയും വേഗം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. എല്ലാവരിലേക്കും ഈ പ്രധാന അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ആനുകൂല്യം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. എല്ലാവരിലേക്കും ഈ പ്രധാന അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.